ബിയിലാണ് പഠിച്ചിരുന്നത് അല്ലേ? ഇരിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതത്തിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. കരുതിയിരിക്കൂ, ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിലൂടെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ചേച്ചിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സരിത ഇരിക്കൂ. എനിക്കെന്നും സരളയോടുള്ള സ്നേഹം സരിതയോട് ഉണ്ടായിരിക്കും. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നൂല് ഇനി കാപ്പി കുടിച്ചിട്ട് മതി. നമുക്ക് കാപ്പി കുടിക്കാം. ചേച്ചിയും ചേട്ടനും പോയോ? പോയി. ചേച്ചിയുടെ വിവാഹ ദിവസം ഞാൻ വല്ലാതെ ഭയന്നു. സരിതയുടെ വിവാഹം ആയിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത്. എനിക്കെന്താ വിവാഹം കഴിച്ചൂടെ? സരിതയെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സരിത എന്റേത് മാത്രമായിരിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ഇറക്കി വിടണവളെ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. വിടാനാ പറഞ്ഞത്? ഇല്ലെങ്കിലോ? പോയിക്കോളൂ. നീ ഇനി പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഞാൻ പഠിച്ചില്ലെങ്കിലും ഡാഡിയുടെ അടുത്ത് പണമുണ്ട്. പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന
ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ മൂലം നശിച്ചു. അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്കിനി വേണ്ട. എന്നാൽ മോനൊരു കല്യാണം കഴിക്കും. നിന്റെ ഈ പ്രയാസമൊക്കെ മാറും. ഞങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും മോനെ. നമ്പാടൻ മാസ്റ്റർ മകളെ നമുക്കൊന്ന് ആലോചിക്കാം. നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യമുണ്ട്, വേണ്ടുവോളം സ്വത്തുമുണ്ട്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്ലാമ്പറമ്പിൽ തോമസ് ജോർജിന്റെ മരുമകളായി വരുന്നത് നമ്പാടൻ മാസ്റ്ററുടെ മകളായിരിക്കരുത്, എന്റെ സരിതയായിരിക്കണം. കാരണം ഞാൻ മൂലം ജീവിതം നശിച്ച ഒരു പെൺകുട്ടിയാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അയാളെ എനിക്ക് ആവശ്യമില്ല. ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട. നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തലകുനിക്കണം അല്ലേ? ഒരു പട്ടി എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ജെയിംസ് എന്തിനാ ഈ നിലയിലൂടെ വന്നത്? പോകൂ പ്ലീസ്. സരിത, സരിത ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇല്ല ജെയിംസ്, നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ മുറിവുകളുണ്ട്. ദയവ് ചെയ്ത് ജെയിംസ് ഇവിടുന്ന് പോകൂ. സരിത, എനിക്കതാ തണ്ടി. ഇനി മേലിൽ നിന്നെ ഇവിടെ കാണും കണ്ടാൽ അടിച്ചു നിന്ന് ഡൽഹി ഞാൻ ഓടിക്കും. ഇവനല്ലേടി നിന്റെ കഥാനായകൻ. ഇവനെയൊക്കെ വെളി വെച്ചിട്ടാ മതി, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട കേട്ടോ. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതെല്ലാം അടച്ചുപൂട്ടി എങ്ങനെ ചന്ദ്ര വരുന്നത്? എന്നാൽ ആ ക്രിസ്ത്യാനി ചെറുക്കനെ കയറ്റി താമസിപ്പിച്ചോ. ഞാൻ അല്പം അഭിമാനമുള്ളവനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കാത്ത വിധത്തിൽ ഒന്ന് വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നതനുസരിച്ചാ നിങ്ങൾക്കാ നല്ലത്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമൊന്നും വേണ്ട. വരി, നമുക്ക് പോവാം. ഇവിടെ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ജെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അയാൾ പശ്ചാത്തപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഞങ്ങളും വരാം. ഇവിടെ വന്നിങ്ങനെ എത്ര നാളാ ചുമ്മാതിരിക്കുന്നെ? സരിതയ്ക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണ്ടേ കുഞ്ഞെ? ശരി, ഞാൻ ശ്രമിക്കാം. അവളെവിടെ? അവിടെ കൂടെ പഠിച്ചൊരു കുട്ടി ഇവിടെ അടുത്തുണ്ട്. അവളെ കാണാനെന്നും പറഞ്ഞു പോയതാ. ഞങ്ങൾ ഇനി പോകുന്നില്ല. ചേട്ടൻ പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെയുള്ള വീടോ? അവിടെയുള്ള വീട് വിറ്റിട്ട് ഇവിടെ വേറെ വാങ്ങാന്ന് പറഞ്ഞു. നീ ഇരിക്കെ, ഞാൻ പോയി കാപ്പിട്ടു. ശരി. തനിക്കെന്താ കണ്ണ് കണ്ടൂടെ? പെണ്ണുങ്ങളെ കണ്ട പോക്കൃത്തരം കാണിക്കുന്നു. ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളിവിടെ നിൽക്കുന്ന ഞാൻ കണ്ടില്ല. കണ്ടില്ല. കാണാതിരിക്കാൻ എന്താ കണ്ണ് പൊട്ടിപ്പോയോ? നിങ്ങൾ പറഞ്ഞതാണ് സത്യം. എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല. ചേട്ടാ, എന്താ ചേട്ടാ? രേഖേ, എനിക്കൊരു തെറ്റ് പറ്റി. ഞാൻ അറിയാതെ ഇവരുടെ ദേഹത്തൊന്ന് മുട്ടി. ഇതാരാ രേഖേ? ഞാൻ പറയാറില്ലേ എന്റെ ഒരു കൂട്ടുകാരിയെ പറ്റി, സരിത.
സരിത, ദൈവം എന്നെ ശിക്ഷിച്ചത് ഇങ്ങനെയായിപ്പോയി. എല്ലാവർക്കും വെറുക്കാൻ വേണ്ടി. 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 ആരാ? സരിതയാണോ? എങ്ങനെ മനസ്സിലായി? രേഖയുടെ കാലിൽ പാദസരമുണ്ട്. അമ്മയാണെങ്കിൽ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുക. രേഖ എവിടെ? അവള് അടുത്ത വീട്ടിലെ മിനിക്കുട്ടിക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പോയിരിക്കുക. വിളിക്കണോ? വേണ്ട, കുറച്ചു കഴിഞ്ഞ വരില്ലേ? സരിത നിൽക്കുകയാണോ? ഇരിക്കൂ. സാരമില്ല. സരിതയെ പറ്റി എല്ലാം രേഖ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? ചേട്ടൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വെറുതെ വീട്ടിലിരുന്ന മുഷു തോന്നൂല്ലേ? അല്ലാതെ എന്ത് ചെയ്യാനാ? എന്റെ അനുഭവം കൊണ്ട് ചോദിച്ചതാ. ബാലേട്ടൻ വീണ വായിക്കുമല്ലേ? കുറേശ്ശെ. പാട്ട് പാടുവോ? ചെറുതായിട്ടൊന്ന് മൂളും. അത് കള്ളം. ബാലേട്ടൻ നന്നായി പാടുമെന്ന് രേഖ പറഞ്ഞല്ലോ. ഞാൻ പാടിയിട്ട് ആര് കേൾക്കാനാ? ഞാൻ കേൾക്കാം. ഉം? ഇന്ന് വേണ്ട, ഇനി ഒരിക്കലാകട്ടെ. സരിത എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് മിനിക്കുട്ടിയുടെ ട്യൂഷൻ കഴിഞ്ഞോ? അതിനുള്ളിൽ മിനിയുടെ അച്ഛൻ ഒരു കഥപുസ്തകം കൊണ്ടുവന്നു. ഇത് ബാലമാവന് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇനി ട്യൂഷൻ മതി എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടം. ഇതാരാ ബാലമാമ ഈ പുതിയ ചേച്ചി? നിന്നെ പോലൊരു കൂട്ടുകാരി. അയ്യേ, ബാലമാമ ഒരു മണക്കൂസാ. ഈ ചേച്ചി മിനിക്കുട്ടിയെ പോലെയല്ല, വലുതാ. ആഹാ. മിനിക്കുട്ടിയെ പോലെ ബാലമാമ മടിയിലിരുത്തു. ചേച്ചി നമുക്ക് കഥ വായിക്കാം. ചേച്ചിക്ക് പോവാൻ സമയമായി. മോളും മാമയും കൂടെ വായിച്ചോ. രേഖ, നീ വീട്ടിലേക്ക് വരുന്നോ? ഞാൻ പിന്നെ വരാം. ശരി ബാലേട്ടൻ, ഞാൻ പോട്ടെ. ആ. വരട്ടെ. മമ്മി കേട്ടുള്ളൂ, ഒരു കുറുക്കനെ ഉടുപ്പിടിച്ച കോഴിയുടെ കഥ. ആ, ആ, ആ. ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവിലാണോ താൻ ബാലേട്ടനെ കണ്ടുമുട്ടിയത്? തന്റെ വിവാഹത്തെപ്പറ്റി ചേട്ടനും ചേച്ചിയും അമ്മയുമെല്ലാം അടിക്കടി ഓർമ്മപ്പെടുത്തുന്നു. എവിടെയും മനസ്സിൽ നിന്നെത്താത്തത് കൊണ്ട് പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയാണ്. ബാലേട്ടനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്തെല്ലാമോ അറിയാതൊരു ആത്മബന്ധം ഹൃദയത്തിൽ വളരുന്നത് പോലെ തോന്നുന്നു. ആ കണ്ണുകളിൽ കാണുന്ന നിഷ്കളങ്ക ഭാവം തന്റെ ഹൃദയതന്ത്രികളിൽ പുതിയ സ്വരങ്ങൾ മീട്ടുന്നില്ലേ? കണ്ണുകളിൽ ഇരുട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയം നിറയെ സ്നേഹമല്ലേ? ഇന്ന് തനിക്ക് കിട്ടാതിരിക്കുന്നതും അതല്ലേ? ഒരു പക്ഷേ ബാലേട്ടന്റെ മനസ്സിൽ തനിക്ക് കടന്നുകൂടാൻ കഴിഞ്ഞിരിക്കുമോ? തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ രൂപം പതിഞ്ഞു കഴിഞ്ഞില്ലേ? എന്താ പെണ്ണെ, സന്ധ്യയ്ക്ക് എവിടെ ഇരുന്ന് സ്വപ്നവും കണ്ടുകൊണ്ടിരിക്കുന്നത്? ചേട്ടൻ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം. ചേട്ടന്റെ ഓഫീസറാ. രണ്ടാം കെട്ടാണെങ്കിലും ചീത്തപ്പേരില്ലാണ്ട് ജീവിക്കാമല്ലോ. എന്നെ ബലി കൊടുക്കാൻ അമ്മയ്ക്ക് ധൃതിയായില്ലേ? മോളെ, നമുക്ക് ചോദിക്കാനും പറയാനും ആണുങ്ങളായിട്ട് ആരുമില്ല. നിന്നെ ആ ക്രിസ്ത്യാനി ചെറുക്കനെ പറ്റിയുള്ള പരദൂഷണം അറിയാത്തവരായി ആരാ ഉള്ളത്? നല്ലൊരു ബന്ധുത ഉണ്ടാകാൻ നിന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല. മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു വിവാഹ ജീവിതം വേണമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടോ മേ? മോളെ, നിന്നോട് ഞാൻ തർക്കിക്കുകയല്ല. നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യവുമില്ല. ആ, ചേട്ടൻ വരാറായി. നീ അവളക്കൊന്ന് കത്തിച്ചേ. വാ. ദീപം 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 ദീപം. സരിതേ, വാ, നമുക്ക് തോട്ടത്തിൽ പോയി സംസാരിക്കാം. നിന്റെ അമ്മയും ചേച്ചിയും എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എത്രയും വേഗം വിവാഹം കഴിക്കണം. അതിനുള്ള ആളെ അവർ കണ്ടുവച്ചിരിക്കുക. രേഖ, ഞാൻ വിവാഹം കഴിക്കുന്നത് എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലേ? മനസ്സിനിണങ്ങാത്ത ഒരാളുമായി എനിക്ക് ജീവിക്കാൻ കഴിയുമോ? അത് ശരി. നിനക്കാണെങ്കിൽ ആണുങ്ങളെന്ന് വെച്ച ചതുർത്ഥ്യ. പിന്നെങ്ങനെ നിന്റെ മനസ്സിനിണങ്ങുന്ന ആളെ കണ്ടുപിടിക്കുന്നത്? എന്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ചിരുന്നൊരു പുരുഷൻ എത്തിക്കഴിഞ്ഞു. അമ്പടി കള്ളി, എന്നിട്ടാണ് മിണ്ടാപ്പൂച്ചിയെ പോലെ ഇരുന്നത്.
ഞാൻ ഈ വിവരം നിന്റെ വീട്ടിൽ പറയട്ടെ? ആരടിയ സങ്കല്പ പുരുഷൻ? ബാലേട്ടൻ. വേണ്ട, നിന്റെ ചേട്ടനെ ജീവനോടെ കാണാൻ നിനക്ക് ആഗ്രഹമില്ലേ? ചേട്ടാ, ഞാൻ ആരാണെന്നുള്ളത് അവൾ മറന്നാലും ഞാൻ മറന്നുകൂടാ. ചേട്ടാ, സരിത ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാറില്ല. വേണ്ട രേഖ, ആവശ്യമില്ലാതെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. മേലാൽ സരിത ഇവിടെ വരരുതെന്ന് പറഞ്ഞേക്കൂ. രേഖ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇനി വരരുത്. എന്റെ ചേട്ടനത് ഇഷ്ടമല്ല. രേഖ, നീ ഇവിടെ വരുന്നതിൽ എനിക്കും താല്പര്യമില്ല. ഇന്നോളം വേദന എന്തെന്നറിയാതെ വളർന്ന എന്റെ ചേട്ടന് നീ മൂലം അതുണ്ടാകരുത്. ചേട്ടന്റെ കണ്ണു നിറയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്റെ കുഞ്ഞെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണ്. കല്യാണം കഴിച്ചുള്ളൊരു സുഖജീവിതം അവനില്ലെങ്കിലും എന്റെ മോനെ എനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം. അമ്മേ, ഞാൻ ബാലേട്ടനെ വേദനിപ്പിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ബാലേട്ടന്റെ കണ്ണുകളിൽ മാത്രമേ ഇരുട്ടുള്ളൂ. മനസ്സ് വെളുത്തതാണ്. അല്പം വെളിച്ചം എനിക്കാണ് വേണ്ടത്. അത് ഞാൻ ബാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി അവന്റെ ശവം കൂടി കണ്ടേ അടങ്ങുമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു.